ചൂടിയാലും ചൂടിയ പൂവ് ചൂടരുതെന്ന് പറയുന്നത് ജാസ്മിനെ പറ്റിട്ട്. ഹായ് ഗൈസ്, നേരത്തെ വീഡിയോ എടുത്തിട്ട് പോയ ആൾക്കാരില്ലേ, ഞങ്ങൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടോ. റെഡി ആവാൻ പോകുമ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു, ചടപടയെന്നായിരുന്നു. പിന്നെയാണോ ദാദാ, അയ്യോ ഇല്ല, കഴിഞ്ഞു. നമ്മള് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞോണ്ടിരിക്കുന്നു. ഞങ്ങള് ഫുൾ എക്സൈറ്റ്മെന്റിലല്ലേ. ഞങ്ങള് എന്താ പറയാ, വേറൊരു ഏടോ എത്തിയ പോലെ. നമ്മള് പറയുമ്പോ നമ്മളെ അടുത്തന്നെ, കോഴിക്കോട് നിന്ന് അത്ര ദൂരം ഒന്നല്ലല്ലോ തൃശ്ശൂര്. പക്ഷെ ഞങ്ങള് വേറെ വരുന്നതേ ഉള്ളൂ. അതും അറിയില്ല. ഇവിടെ വന്നപ്പോ തൊട്ട് തമിഴന്മാരും കർണാടകക്കാരും പിന്നെ മലയാളം അറിയാത്ത പോലെ, മലയാളികളല്ലാത്ത പോലെ. പിന്നെ തൃശ്ശൂർ സ്ലാങ്ങിന് ഒരു വ്യത്യാസം ഉണ്ടല്ലോ, നമ്മളെ സ്ലാങ് പോലെ അല്ല. നമ്മളെ ഗിമ്മളൊന്നും ഞങ്ങൾ പറയുന്ന പോലെയല്ല. പക്ഷെ നല്ല രസമുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നോണ്ട് ഒറ്റയ്ക്ക് നല്ല രസമുണ്ട്. രസണ്ടടി വിസ്മയ. ഇനി കുത്താൻ നിൽക്കുകയാണെങ്കിലും വിസ്മയ പോസിറ്റീവ്. ഞങ്ങള് പൂവൊക്കെ വെച്ചു. ഞങ്ങളത് കമ്പത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കാം. ഇവിടെ മൊത്തത്തിലൊരു നല്ലൊരു സ്മെല്ല. നമുക്കിങ്ങനെ നല്ല സുഖമുള്ളൊരു സ്മെല്ല്. ചില സ്മെല്ല് കഴിച്ച് നമുക്ക് പെട്ടെന്ന് തലവേദന. ഒരു നമുക്കിനെ ഭയങ്കര സ്മെല്ല്, നല്ല സ്മെല്ല്. ലൈറ്റില് കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. 7 up ബ്രൗണി കഴിഞ്ഞു. ബ്രൗണി തീർന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് ഓവറായിട്ടൊന്നും കഴിക്കാൻ തന്നില്ല അല്ലേ. മസാല ദോശ കഴിച്ചില്ലേ? 12 മണിക്കാണ് ഇപ്പൊ കഴിക്കുന്നത്. ഇവിടെ ഒരുത്തിക്ക് ഒടുക്കത്തെ മൈഗ്രെയിനാ. പക്ഷെ ഇൻസ്റ്റയില് റീൽസ് കാണുന്നതിന് കുഴപ്പമില്ല. ഇനി ഞങ്ങളെ കുറച്ച് കലാപരിപാടികളുണ്ട്. അതൊക്കെ ഞാൻ ഷോർട്ട് ആയിട്ട് കേട്ടോ. ഞങ്ങൾക്ക് റീൽസ് ഒക്കെ എടുക്കണം. അലകൾ ഞൊറിയും പുഴകൾ ഹൃദയം അമ്പാടി തിങ്കൾ കവരുമ്പോൾ. വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂവ് ചൂടരുതെന്ന് പറയുന്നത് ജാസ്മിനെ പറ്റിട്ടാ പറയുന്നത്. ഒരു പരമ്പരാഗത വിശ്വാസമാണ്. ചിലർ വിശ്വസിക്കുന്നത് ഒരിക്കൽ പൂവ് ചൂടായാൽ അതിന്റെ ഊർജം, അതായത് പോഷകശേഷി കുറയുന്നു എന്നാണ്. അതിനാൽ ആ പൂവ് വീണ്ടും ചൂട് കൊള്ളാതിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ അതിശയകരമായ ഗുണങ്ങൾ നഷ്ടപ്പെടുമെന്ന് കരുതുന്നു. തലയിൽ മുല്ലപ്പൂ ചൂടരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? തലയില് ചൂടിയ മുല്ലപ്പൂ ചൂടരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് കൂടി ഒരു പരമ്പരാഗത പാരമ്പര്യ വിശ്വാസമാണ്. ചിലർ പറയുന്നു തലയ്ക്ക് മുളപ്പുപൂവ് ചൂടിയാൽ മസ്തിഷ്കത്തിന്റെ ദുർബലത്വം കൂട്ടുകയാണ്, അല്ലെങ്കിൽ തലവേദന, ആശക്തി അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില പുരോഹിതങ്ങൾ അല്ലെങ്കിൽ വലിയവരെ വിശ്വസിക്കുന്നത് ഇത് ഒഴിവാക്കണം എന്നതാണ്. ശരി, അതിന് നന്ദി. നിന്റെ സഹായിക്കാനായി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ. ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇനി ഉറങ്ങി കണ്ണടയ്ക്കുമ്പോഴേക്ക് എഴുന്നേക്കാനുള്ള നേരമാവും. എഴുന്നേറ്റ് കുളിച്ച് കുറിയും തൊട്ട് നിൽക്കാൻ പറ്റും.